ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ പാവർട്ടിയിൽ വന്നപ്പോൾ 81.25% വനിതകളാണ് മത്സരിക്കുന്നത് എന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. 16 വാർഡുകളിൽ 13 വാർഡുകളിലും നമ്മൾ പരിഗണിച്ചത് വനിതകളെയാണ് എന്നുള്ളത് ഏത് തലത്തിൽ ചെന്നാലും തല ഉയർത്തി അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ത്രീകളെ, വനിതകളെ മാന്യമായും ബഹുമാനത്തോടു കൂടി കാണുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക്, ജനാധിപത്യ പ്രക്രിയയിലേക്ക് കൂടുതൽ സ്ത്രീ പങ്കാളിത്തം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നത് നമുക്ക് തല ഉയർത്തി പറയേണ്ടത്. CPI അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം മണ്ഡലം പ്രസിഡന്റ് VV സേവ്യർ, ജനാധിപത്യ കേരള കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് VK ജോസഫ്, NCP മണ്ഡലം പ്രസിഡന്റ് റജീബ് റഹ്മാൻ, കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം മേജോ ഡോക്ടർ CL ജോഷി, CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ, ലോക്കൽ സെക്രട്ടറി ബാബു ആന്റണി എന്നിവർ സംസാരിച്ചു. LDF കൺവീനറായി ബാബു ആന്റണി, ചെയർമാനായി NV ഷോയ് എന്നിവരെയും 51 അംഗ കമ്മിറ്റിയെയും കൺവെൻഷൻ തെരഞ്ഞെടുത്തു. ഭൂരിപക്ഷം ഉണ്ടായിട്ടും പാവറട്ടിയിൽ അധികാര തർക്കങ്ങൾ മൂലം ഭരണം നിർവഹിക്കാൻ സാധിക്കാത്ത സന്ദർഭത്തിലാണ് പാവറട്ടിയുടെ ഭരണം UDFന് ഇടതുപക്ഷ പിന്തുണയോടുകൂടി നടത്തേണ്ടി വന്നതെന്ന് ഉദ്ഘാടകൻ സൂചിപ്പിച്ചു. ഈ 5 വർഷക്കാലം കൃത്യമായ ആസൂത്രണത്തിലൂടെ പഞ്ചായത്തിന്റെ പദ്ധതികളെ പരിപൂർണതയിൽ എത്തിക്കാൻ ഭരണപക്ഷത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. കയറിച്ചെല്ലാൻ ഇടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമായി ശ്രദ്ധ ചെലുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. 2015 പാവറട്ടി ഗ്രാമപഞ്ചായത്തിനകത്ത് നമുക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു, ദ്രൗപതിയാണ്. 2015 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി. 2020 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും സാങ്കേതികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും UDF അല്ല പാവറട്ടി പഞ്ചായത്ത് ഭരിക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ള ഒരു ഭരണസമിതിയാണ് എന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും. അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ പ്രയാണം പാവറട്ടി പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായി സ്വാധീനമുള്ള, ആധിപത്യമുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നത് നിങ്ങൾ ഏവരെയും ഞാൻ ഓർമ്മിപ്പിക്കുക. റീസ്റ്റോറേഷനായി പാസായ 4.95 കോടി രൂപയും 2025-26 റോഡ് ഫണ്ടും പരിപൂർണമായും വിനിയോഗിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഭരണസമിതി പടിയിറങ്ങുന്നത്. പാവറട്ടിയിലെ 76 റോഡുകളുടെയും ടെൻഡറും വർക്ക് ഓർഡറും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം LDF പിന്തുണയുള്ള ഭരണസമിതിക്കുണ്ട്. തുടർന്നും പാവറട്ടിയുടെ വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന ആഹ്വാനവുമായാണ് കൺവെൻഷൻ സമാപിച്ചത്.